സ്ഥാനാർബുദ ബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഈ രോഗാവസ്ഥയെ പറ്റി ശരിയായ അവബോധം ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്, അല്ലെങ്കിൽ അത്രയേറെ അനിവാര്യമായി മാറിയിരിക്കുകയാണ് അല്ലെ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു രോഗം ഇന്നത്തെ അവസ്ഥയിൽ വളരെ കൂടുതൽ ആളുകളിൽ കാണുന്നത്, എങ്ങനെ നമുക്ക് ഈ ഒരു രോഗം നേരത്തെ തന്നെ തിരിച്ചറിയാം, എന്തൊക്കെയാണ് ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ ഈ ഒരു രോഗബാധയെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ക്യാൻസർ അഥവാ അർബുദം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ വളരെ പെട്ടെന്ന് അനിയന്ത്രിതമായി വിഘടിച്ചു വരുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ വിഘടിച്ച് അത് നമ്മുടെ ശരീരത്തിനെ മൊത്തം ഇൻവൈഡ് ചെയ്ത് നമ്മുടെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരവസ്ഥയാണ്. സ്ത്രീകളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട അർബുദ അവസ്ഥകളിൽ ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ രണ്ടാമതായിട്ട് ഉണ്ടാകുന്ന ഒരു രോഗമാണ് സ്ഥാനാർബുദ എന്ന് പറയുന്നത്. അപ്പം പലപ്പോഴും ഇതിന്റെ കാരണം വരുമ്പോൾ മോഡിഫയിങ് കോസസ് ഉണ്ട്, മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത കാരണങ്ങളുണ്ട്. മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത കാരണങ്ങൾ എന്താണ്, നമുക്ക് യാതൊരു രീതിയിലും ഒഴിവാക്കാൻ പറ്റാത്ത കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, സ്ത്രീ ആയിരിക്കുന്ന അവസ്ഥ. രണ്ടെന്ന് പറയുന്നത് ഏജ് അഡ്വാൻസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഒരു കാരണം ഹെറിഡിറ്റി ആണ്, നമ്മുടെ പാരമ്പര്യമാണ് അല്ലെ. ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഒരു കാരണവശാലും മാറ്റാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ സാധിക്കുകയില്ല. പിന്നീട് വരുന്ന കാരണങ്ങൾ നമുക്ക് പലപ്പോഴും ഒരു പരിധി വരെ തടയാനായിട്ട് സാധിക്കും. സ്ഥാനാർബുദം ഉണ്ടാകുന്നതിന്റെ ഏറ്റവും ഒരു അണ്ടർലൈൻ അല്ലെങ്കിൽ ഒരു ബേസിക് കോഴ്സ് ആയിട്ട് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന സ്ത്രീ ഹോർമോൺ ഒരുപാട് അളവില് വളരെ കാലം ഉണ്ടായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ പലപ്പോഴും ഈസ്ട്രജൻ നമുക്ക് ആ ഒരു പീരീഡ്സ് ഉള്ള സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഫെർട്ടിലൈസിങ് ആ ഒരു ഏജിൽ മാത്രമാണ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പീരീഡ്സ് ആവുന്ന, മാസമുറ ഉണ്ടാകുന്ന, അതുപോലെ തന്നെ ലേറ്റ് ആയിട്ട് മെനോപോസ് സംഭവിക്കുന്ന അല്ലെങ്കിൽ ആർത്തവവിരാമം സംഭവിക്കുന്ന ലേഡികളിൽ ഈസ്ട്രജന്റെ അളവ് എല്ലായ്പ്പോഴും ഉയർന്നായിരിക്കും നിൽക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് മറ്റുള്ള സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ സ്ഥാനാർബുദത്തിനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഈസ്ട്രജൻ കണ്ടന്റുള്ള ഗുളികകളൊക്കെ ദീർഘകാലം എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ഇത്തരത്തിലൊരു പ്രശ്നത്തിന് കാരണമായേക്കാം. പിന്നെ നമുക്ക് നള്ളിപ്പാറ്റി, അതായത് നമുക്ക് കുട്ടികളില്ല, നമ്മൾ പ്രസവിച്ചിട്ടേ ഇല്ലാത്ത ഒരവസ്ഥ. പലപ്പോഴും സ്ത്രീകളിൽ ഒരു മെൻസസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സ്ത്രീകളിൽ ഈസ്ട്രജന്റെ പ്രൊഡക്ഷൻ ഇല്ലാതെ വരുന്ന അവസ്ഥ അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത് ഗർഭിണികളാകുന്ന അവസരത്തിൽ, അതുപോലെ തന്നെ കുഞ്ഞിനെ മുല കൂട്ടുന്ന അവസരത്തിലുമാണ്. അപ്പം തീരെ പ്രസവിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടില്ലാത്ത ലേഡീസ്, അതുപോലെ തന്നെ കുഞ്ഞിന് മുല കൂട്ടിയിട്ടില്ലാത്ത ആളുകളിൽ സ്ഥാനാർബുദത്തിന് ഉള്ള ചാൻസ് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. മറ്റ് ലേഡീസിനെ അപേക്ഷിച്ച് ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. പിന്നെ ഒരു പ്രധാന കാര്യം പറയുന്നത് ഒബേസിറ്റിയാണ്, അമിതവണ്ണം, പൊണ്ണത്തടി പോലെയുള്ള നമ്മുടെ ജീവിതശൈലി പ്രശ്നങ്ങള് സ്ഥാനാർബുദം പോലെയുള്ള പലതരത്തിലുള്ള അസുഖങ്ങളിലേക്ക് വഴിതെളിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കാരണം അതിലെ ഫാറ്റ് മോളിക്യൂൾസ് ആണല്ലോ നമ്മൾ കൊഴുപ്പായിട്ട് അടിയുന്നത്. ഒബേസിറ്റി എന്ന് പറയുമ്പോൾ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിയുന്നതാണ്. അപ്പൊ ആ കൊഴുപ്പ് മോളിക്യൂൾസ് പലപ്പോഴും ഈസ്ട്രജൻ, ഒരു ചെറിയ അളവിൽ ഈസ്ട്രജൻ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ അമിതവണ്ണം അല്ലെങ്കിൽ ഒരുപാട് ഫാറ്റ് അടിഞ്ഞുകൂടിയിട്ടുള്ള ആളുകളിൽ ഈസ്ട്രജന്റെ അളവ് വളരെ കാലം കൂടി നിൽക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്കും സ്ഥാനാർബുദത്തിന്റെ ചാൻസ് കൂടുതലാണ്. എന്നിരുന്നാലും ഈ കാരണങ്ങൾ ആയിരിക്കെ തന്നെ ചിലപ്പോൾ ചിലർക്ക് സ്ഥാനാർബുദം വന്നില്ല എന്ന് വരാം കേട്ടോ. അപ്പൊ ഇതെല്ലാം ഇതിന്റെ കാരണങ്ങൾ, ഇതിലേക്ക് എത്തിക്കാൻ സാധ്യതയുള്ള കാരണങ്ങൾ മാത്രമാണ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ സ്ഥാനാർബുദം വരും എന്നുള്ളത് ഉറപ്പിച്ച ആ ഒരു തീരുമാനം എടുക്കരുത് ദയവ് ചെയ്ത്. പിന്നെ നമ്മൾ കേൾക്കുന്ന ഒരു വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ബ്ലാക്ക് കളർ ഉള്ള ഇന്നേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ലേഡീസിൽ സ്ഥാനാർബുദം ഉണ്ടാവുന്നുള്ളത്. ഇതില് ശാസ്ത്രീയമായിട്ട് യാതൊരു അടിത്തറയും ഇല്ല കേട്ടോ. പിന്നെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് സ്ഥാനാർബുദത്തിന് ചാൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കേണ്ടത്? കാരണം ഈ ഒരു രോഗം എത്ര ഏർലിയസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നോ അത്രയും പെട്ടെന്ന് നമുക്കതിനെ മാറ്റിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു അഡ്വാൻസിങ് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് അത്രമാത്രം അത് ബുദ്ധിമുട്ടിലേക്ക് പോവുകയില്ല എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം ആളുകളെ സ്ത്രീകളിൽ അവബോധം ഉണ്ടാക്കുന്നത് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആരാണ് ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യുന്നത്?
20 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ലേഡീസും മാസത്തിൽ ഒരിക്കല് ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യണമെന്നാണ് പറയുന്നത്. എപ്പോഴാണ് ബ്രസ്റ്റ് എക്സാമിനേഷൻ നടത്തേണ്ടത്? മാസമുറ കഴിഞ്ഞ് 7ാമത്തെ അല്ലെങ്കിൽ 8ാമത്തെ അല്ലെങ്കിൽ 9ാമത്തെ ദിവസമാണ് നമ്മൾ ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ, എങ്ങനെയാണ് നമ്മൾ ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യേണ്ടത് എന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് പ്രധാനമായിട്ടും 2 സ്റ്റെപ്പുകളാണുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻസ്പെക്ഷനും, രണ്ടാമത്തേത് പാൽപേഷനുമാണ്. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നോക്കുക, നമ്മൾ ബ്രസ്റ്റ് ഫുൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഒരു കണ്ണാടിയുടെ മുമ്പിൽ അൺഡ്രസ് ആയിട്ട് നിന്നതിന് ശേഷം നമ്മുടെ ബ്രസ്റ്റുകളിൽ എന്തെങ്കിലും വലിപ്പ വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ സ്കിന്നുകളിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, കളറിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, അതുപോലെ തന്നെ നിപ്പിൾസിൽ നിന്നും എന്തെങ്കിലും ഡിസ്ചാർജസ്, അത് ചിലപ്പോൾ വെള്ളം പോലെയാകാം, അല്ലെങ്കിൽ പാല് പോലെയാകാം, അല്ലെങ്കിൽ ബ്ലഡ് പോലെയാകാം, അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ നിപ്പിൾസിന് ചുറ്റിനും അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും കുരുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും മുഴകളോ പോലെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നൊക്കെ ബ്രസ്റ്റ് നോക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബ്രസ്റ്റുകൾ തമ്മിൽ സൈസിൽ വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നോക്കണം. സാധാരണ കേസിൽ ചില സ്ത്രീകളെ അപേക്ഷിച്ച് അവർക്ക് ജന്മനാലയെ തന്നെ ബ്രസ്റ്റുകളിൽ തമ്മിൽ വലിപ്പത്തിൽ ചെറിയ സൈസ് വ്യത്യാസം ഉണ്ടായി എന്ന് വരാം. അതല്ല പറയുന്നത്, പെട്ടെന്ന് ഒരു ദിവസം ഒബ്സർവ് ചെയ്യാൻ രീതിയിൽ ബ്രസ്റ്റുകൾ തമ്മിൽ വലിപ്പ വ്യത്യാസം അല്ലെങ്കിൽ സൈസിൽ വ്യത്യാസം, കളറിൽ വ്യത്യാസം ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. പിന്നെ ചെയ്യേണ്ട കാര്യം ആണ് പാൽപേഷൻ എന്ന് പറയുന്നത്. പാൽപേഷൻ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ചെയ്യേണ്ടത് എപ്പോഴാണ്? നമ്മൾ കുളിക്കാൻ കയറിയതിന് ശേഷം ദേഹം നനച്ചിട്ട് നല്ല രീതിയിൽ സോപ്പ് പതപ്പിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു സ്കിന്നിനടിയിൽ എന്തെങ്കിലും ഗ്രോത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെയാണ് പാൽപേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ചൂണ്ടുവിരല്, നമ്മുടെ ഈ നടുവിരല്, അതുപോലെ തന്നെ നമ്മുടെ മോതിരവിരൽ ഉപയോഗിച്ചിട്ടാണ് പാൽപേറ്റ് ചെയ്യേണ്ടത്. ഈ 3 വിരലുകളാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഏത് രീതിയിലാണ് പാൽപേറ്റ് ചെയ്യേണ്ടത്? 2 രീതിയിൽ നമുക്ക് പാൽപേറ്റ് ചെയ്യാം. ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ, ബ്രസ്റ്റ് ഏരിയ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ലെങ്ത് വൈസ് എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഹൈറ്റ് വൈസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലാവിക്കിൾ ഉണ്ട് അല്ലെ, ക്ലാവിക്കിളിന്റെ ആ ഒരു നടുഭാഗം തൊട്ട് നമ്മുടെ ബ്രസ്റ്റിന്റെ അടിയിൽ വാരിയൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ട്, അവിടെ വരെയാണ് അതിന്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഒരു വിഡ്ത്ത് അല്ലെങ്കിൽ ആ ഒരു വീതി എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റിന്റെ സെന്റർ പോർഷൻ തൊട്ട് കക്ഷക്കുഴി അല്ലെങ്കിൽ ആക്സില വരെ നീളുന്ന ആ ഒരു ഭാഗത്തിനാണ് നമ്മൾ അതിന്റെ ഒരു വിഡ്ത്ത് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ആ ഒരു ഏരിയ വരുന്ന അത്രയും സറൗണ്ടിങ്സ് അല്ലെങ്കിൽ അത്രയും സർക്കംഫറൻസിൽ നമ്മൾ പാൽപേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് നമുക്ക് 2 രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. താഴെ കാണിച്ചിരിക്കുന്ന ചിത്രത്തിലെ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നിപ്പിൾസിൽ നിന്ന് തുടങ്ങി വട്ടത്തിൽ ആ ഒരു ഏരിയ മൊത്തം നമുക്ക് പാൽപേറ്റ് ചെയ്ത് നോക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ വെർട്ടിക്കൽ ആയിട്ട് നമുക്ക് ബ്രസ്റ്റിന്റെ ഏരിയ ഫുള്ള് പാൽപേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ലംബൊന്നും ഫീൽ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, സന്തോഷമാണ്. പക്ഷെ ഇൻ കേസ് നമുക്കൊരു ലംബ് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഹാർഡ്നെസ് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അപ്പോഴും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഒന്നും കൂടി കണ്ണാടിയിൽ നോക്കാം. കാരണം പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് ബ്രസ്റ്റില് ചില ഭാഗത്തൊക്കെ തടിപ്പുണ്ടായി വരാം. അപ്പം വേറെ എവിടെയെങ്കിലും ആ ഒരു രീതിയിൽ തടിപ്പുണ്ടോ എന്നുള്ളത് നോക്കുക. അത് ആ ഒരു പോർഷനിൽ മാത്രം യൂണീക്ക് ആയിട്ടാണ് ആ ഒരു തടിപ്പ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ കണ്ണാടിയുടെ മുമ്പിൽ വന്നിട്ട് 2 ബ്രസ്റ്റിലും സിമെട്രിക്കൽ ആയിട്ട് ആ ഒരു ലംബ് ഫീൽ ചെയ്യുന്നുണ്ട്. 2 ബ്രസ്റ്റിലും ഒരേ സ്ഥലത്ത് ഒരേപോലെ ആ ഒരു ലംബ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പൊ ഈ 2 കേസിലും നമുക്ക് അതിനെ നെഗ്ലക്ട് ചെയ്ത് കളയാം. കാരണം ബ്രസ്റ്റ് ക്യാൻസർ ഒരിക്കലും സിമെട്രിക്കൽ ആയിട്ട് വരാറില്ല. ആ ഒരു സിംഗിൾ ബ്രസ്റ്റിൽ മാത്രം ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനെ ബോദർ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇനിയിപ്പം ഒരു ബ്രസ്റ്റിൽ മാത്രമേ ഉള്ളൂ, ലംബ് ലൈക്ക് ഫീലിംഗ് ഉണ്ട്, എന്നാലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് അടുത്ത ഒരു മെൻസ്ട്രൽ സൈക്കിൾ കൂടി വെയിറ്റ് ചെയ്യാം. അതായത് ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് മെൻസസിന്റെ 7ാമത്തെയോ 8ാമത്തെയോ 9ാമത്തെയോ ദിവസം ഇതേ രീതിയിൽ പാൽപേറ്റ് ചെയ്ത് നോക്കുക. അപ്പോഴും ആ ലംബ് അവിടെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മൾ വീണ്ടും ബോദർ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പൊ ഡോക്ടറിനെ കാണുക. ഡോക്ടറിന് ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. അപ്പം ഫസ്റ്റ് ചെയ്യേണ്ടത് ഫിസിക്കൽ എക്സാമിനേഷൻ. ആദ്യം പേഷ്യന്റിന്റെ ഹിസ്റ്ററി മൊത്തം കളക്ട് ചെയ്യും. അതിന് കഴിഞ്ഞിട്ട് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് മാമോഗ്രാം, അല്ലെങ്കിൽ അൾട്രാസൗണ്ട് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് മാമോഗ്രാം ആണ്. നമുക്ക് ബ്രസ്റ്റിൽ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഏർലി ഡിറ്റക്ട് ചെയ്യാൻ ഈ ഒരു മാമോഗ്രാമിനെ കൊണ്ട് സാധിക്കും. അപ്പം 20 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ലേഡീസും വർഷത്തിൽ ഒരിക്കലും ഈ ഒരു രീതിയിൽ മാമോഗ്രാം ചെയ്യുന്നതും ഇത്തരത്തിൽ എന്തെങ്കിലും ഗ്രോത്തിന്റെ ചാൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട്
എളുപ്പമാണ്. അടുത്തതാണ് നമ്മൾ ഡയഗ്നോസിസ് പറയുന്നത്. അതിന് നമ്മൾ ചെയ്യുന്നത് ബയോപ്സിയാണ്. ബയോപ്സി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ് അല്ലെ? എന്തിനാണ് ബയോപ്സി ഇത്രമാത്രം പേടിക്കുന്നത്? ശരിക്കും ബയോപ്സി ഈ രോഗം നമുക്ക് സ്ഥിരീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല. ഈ രോഗത്തിന്റെ ചാൻസ് നമ്മുടെ കേസിൽ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ബയോപ്സി ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു ഡോക്ടർ ബയോപ്സി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡയഗ്നോസ്റ്റിക് ചെയ്യാൻ പറയാൻ അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ബയോപ്സി നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിന്റെ കേസിൽ നീഡിൽ ബയോപ്സിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം കാര്യത്തിൽ കൂടി നമുക്കത് കൺഫേം ചെയ്യാം. നമുക്ക് നമ്മുടെ ആ ഒരു ലീഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തത് വരുന്നത് ബ്രസ്റ്റ് ക്യാൻസറിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് അല്ലെ? ഏറ്റവും പ്രധാന ലക്ഷണം നേരത്തെ പറഞ്ഞ പാൽപേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ലംബാണ് അല്ലെങ്കിൽ ആ ഒരു മുഴയാണ്. അതിന് പ്രത്യേകിച്ച് വേദനയൊന്നും പലപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ ഈ രീതിയിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ പാൽപേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഒരു ലക്ഷണം നിപ്പിൾസ് നിന്ന് ഡിസ്ചാർജ് വരിക. പലപ്പോഴും പാല് പോലെയുള്ള ഒരു ഡിസ്ചാർജ് ആയിരിക്കാം, അല്ലെങ്കിൽ വെള്ളം പോലെയുള്ള ഒരു ഡിസ്ചാർജ്. അതല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ബ്ലഡ് മിക്സ് ചെയ്ത പോലെ അല്ലെങ്കിൽ ബ്ലഡ് പോലെയുള്ള ഡിസ്ചാർജോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡിസ്ചാർജ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നോർമലായിട്ട് ഇത്തരത്തിലൊരു എന്തെങ്കിലും ഡിസ്ചാർജ് നിപ്പിൾസിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ഭയക്കേണ്ട അല്ലെങ്കിൽ ഡോക്ടറിനെ കാണേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. പിന്നെ നമ്മളുടെ ബ്രസ്റ്റിന്റെ സൈസിൽ വ്യത്യാസം വരുന്നു. അതുപോലെ തന്നെ അതിന്റെ സ്കിന്നിൽ ചേഞ്ചസ് വരുന്നു. പലപ്പോഴും വെള്ളം കെട്ടും. ക്യാൻസർ സെല്ലുകൾ വളരുന്നതിനനുസരിച്ച് വെള്ളം കെട്ടാനും അനുസരിച്ച് എഡിമ സംഭവിക്കാം, നീർക്കെട്ടുണ്ടാകാം. ആ ഒരു നീർക്കെട്ടിന്റെ ഫലമായിട്ട് പലപ്പോഴും ബ്രസ്റ്റിന്റെ സ്കിന്നിലുള്ള ചെറിയ ചെറിയ സുഷിരങ്ങൾ അതുപോലെ തന്നെ രോമകൂപങ്ങളൊക്കെ ഉള്ളിലേക്ക് വലിയുക വഴി ഒരു ഓറഞ്ചിന്റെ തൊലി എന്ന രീതിയിലായിരിക്കും. അതിന് ഓറഞ്ച് പീലിലേക്ക് അപ്പിയറൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ളൊരു സ്കിന്നായിരിക്കും ബ്രസ്റ്റിലുണ്ടാവുക. ചിലപ്പോ നിപ്പിൾസ് ഉള്ളിലേക്ക് വലിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ബ്രസ്റ്റിന് മൊത്തം ഒരു വേദന ഫീൽ ചെയ്തു തന്നെയാണ്. പലപ്പോഴും ചില ലേഡീസിലൊക്കെ മെൻസസിനോടനുബന്ധിച്ച് ബ്രസ്റ്റിൽ വേദന വരാം. അത്തരത്തിൽ അത് ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് സംഭവിക്കാം, അല്ലെങ്കിൽ ബ്രസ്റ്റിൽ വെള്ളം കെട്ടുന്നതുകൊണ്ടൊക്കെ സംഭവിക്കുന്നത്. അത്തരത്തിലല്ല, എല്ലായ്പ്പോഴും ബ്രസ്റ്റിൽ ഒരു ഏക്കിംഗ് ടൈപ്പ് ഓഫ് പെയിൻ, ഒരു വല്ലാത്ത കടച്ചിൽ പോലുള്ള ഒരു വേദന തോന്നാനുള്ള ചാൻസ് കൂടുതലാണ്. പലപ്പോഴും ഈ ഒരു വേദന നമ്മുടെ തോളിലേക്ക് കൈകളിലേക്കൊക്കെ പടരുന്ന രീതിയിലുള്ള ഒരു വേദന ചിലപ്പോൾ വന്നു വരാം. ചെസ്റ്റിന് വേദന വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ക്യാൻസറിന്റെ മെയിൻ ലക്ഷണങ്ങളായിട്ടുള്ള വെയിറ്റ്, തൂക്കം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ കുറഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം, അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ഇതിനോട് ബൈസ്റ്റാൻഡ് ചെയ്തു വരാം. അതുപോലെ തന്നെ ഹീമോപ്റ്റൈസിസ്, രക്തം തുപ്പുന്ന ഒരു അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ളതും ഇതിനോടൊപ്പം ആക്സിലറി അല്ലെങ്കിൽ അതിനോടൊപ്പം ആഡ് ഓൺ ചെയ്ത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ നമുക്ക് ഈ ഒരു അവസ്ഥ പ്രിവെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എങ്ങനെ സ്ഥാനാർബുദം എന്ന അവസ്ഥ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ലേ, പ്രായം അല്ലെങ്കിൽ സ്ത്രീ ആയിരിക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ ഹെറിഡിറ്റി പോലെയുള്ളതൊന്നും നമുക്ക് ഒരു രീതിയിൽ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. എന്നാൽ പിന്നീട് വരുന്ന കാരണങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ആദ്യത്തെ കാര്യം എന്താണ്? ഒബേസിറ്റി പ്രിവെന്റ് ചെയ്യുക. അമിതമായിട്ട് ഉള്ള പൊണ്ണത്തടി മാറ്റിയിട്ട് നമ്മുടെ ഹൈറ്റിന് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് എത്രയാണോ ആവശ്യം ആ ഒരു ഹൈറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഹാപ്പിനെസ് കൊണ്ടുവരിക, സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള ഹോബീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മെഡിറ്റേഷൻസ്, യോഗ പോലെയുള്ളതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് ആ ഒരു രീതിയിൽ നമ്മുടെ മൈൻഡിനെ ഹാപ്പി ആക്കി വെക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഫൈറ്റോ ഈസ്ട്രജൻ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത്. ഫൈറ്റോ ഈസ്ട്രജൻ എന്ന് പറഞ്ഞാൽ സ്ത്രീ ശരീരത്തിലെ ഹോർമോൺ ആണല്ലോ ഈസ്ട്രജൻ എന്ന് പറയുന്നത്. അപ്പം അതിനെ മിമിക്ക് ചെയ്യുന്ന ചില കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള ചില പ്ലാന്റ്സിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ കെമിക്കലുകൾ വന്നിട്ട് നമ്മുടെ ഈസ്ട്രജൻ റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈസ്ട്രജന് അവിടെ കയറിയിരുന്ന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈസ്ട്രജന്റെ ആ ഒരു ആക്ടിവേഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റി അവിടെ കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഫൈറ്റോ ഈസ്ട്രജൻ കണ്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് പ്രധാനമായിട്ടും പലതരത്തിലുള്ള ലെഗുമിനസ് പ്ലാന്റ്സ്, പയറുവർഗ്ഗങ്ങളിൽ, അതുപോലെ തന്നെ പച്ചക്കറികളിലൊക്കെ ധാരാളം ഉണ്ട്. പിന്നെ സോയ പോലെയുള്ള ഭക്ഷണത്തില്, ക്യാബേജ്, ബ്രൊക്കോളി പോലെയുള്ളവയില്, പിന്നെ നട്ട്സുകൾ ഉണ്ടല്ലോ, പലതരത്തിലുള്ള നട്ട്സ്, ആൽമണ്ട്, പീനട്ട് പോലെയുള്ളവയില്, അതുപോലെ തന്നെ വിത്തുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചണവിത്ത്, എള്ള്, ഇതിലൊക്കെ
ഈ ഒരു ഫൈറ്റോ ഈസ്ട്രജന്റെ കണ്ടന്റ് അധികം ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മദ്യപാനം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ എന്താണ്, നമുക്ക് ഈസ്ട്രജന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറെ കാലം നിലനിൽക്കുന്നതാണല്ലോ നമുക്ക് പ്രശ്നമായിട്ട് വരുന്നത്. അപ്പം ഇന്നത്തെ പെൺകുട്ടികളിലാണെന്നുണ്ടെങ്കിൽ നേരത്തെ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ അതിന്റെ പ്രധാന കാരണം എന്താണ്, നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലി, പിന്നെ കുഞ്ഞുങ്ങളിൽ കോസ്മെറ്റിക്സിന്റെ ഒക്കെ അമിതമായിട്ടുള്ള ഉപയോഗമൊക്കെ അവർക്ക് പ്യൂബർട്ടി നേരത്തെ അറ്റൈൻ ചെയ്യുന്നതിന് കാരണമായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ പലപ്പോഴും നേരത്തെ തന്നെ ഗർഭം ധരിക്കാനും കുഞ്ഞിനെ പ്രസവിക്കാനും ഒരു 2 വർഷമെങ്കിലും തുടർച്ചയായിട്ട് കുഞ്ഞിന് മുലയൂട്ടാനും ഒക്കെ ശ്രദ്ധിക്കുക. ഇത്തരത്തിലൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്താണ് ഈ ഒരു പ്രോബ്ലത്തിനെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ തടയാനായിട്ട് സാധിക്കും.